ഇവിടുന്നാണ് ഇത് ദേവി ടെമ്പിളിലെ ഇവിടെ തന്നെ ആശ്രമത്തിന്റെ ഒരു സൈഡ് ഒരു ബോർഡർ ആണ്, അവിടെ ദേവി ടെമ്പിൾ ഉള്ളത്. ഈ സൈഡിൽ ഇത് ദേവി ടെമ്പിളാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പറയുന്നത് ധ്യാനലിംഗമാണ്. ധ്യാനലിംഗ പ്രൊമൈസിന്റെ ഉള്ളിലാണ്, ഇവിടുന്ന് നോക്കി കാണില്ല. നമുക്ക് ഉള്ളിലേക്ക് എന്തായാലും പോവാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്റ്റേ ഏരിയ SP3 എന്ന് പറയും, ശിവപാദം 3. അതിലും ശിവന്റെ അതാണ്. ടോട്ടൽ എത്ര റൂംസ് ഉണ്ട്? അപ്പൊ എണ്ണം കറക്റ്റ് ചോദിച്ചാൽ I'll be blank. പക്ഷേ ഒരുപാടുണ്ട്. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ 2 വർഷത്തിന്റെ ആവറേജിൽ വന്നാണ് പുതിയ 2 ഏരിയാസ്, ശിവപാദം 2, 3. ഇല്ല, 3 and 4. 2 ആദ്യം ഉണ്ട്. കാരണം ബുക്കിംഗ്സും ആളുകളും വരുന്നത് കൂടുന്നതിനനുസരിച്ച് ആശ്രം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ വേണ്ടിട്ട്. പിന്നെ റിസോഴ്സും പല കാര്യങ്ങളും ലിമിറ്റഡ് ആണ്, അങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നു. എത്ര മണിക്കാ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രോഗ്രാം എന്താ ശരിക്കും ഉദ്ദേശം? നിങ്ങൾക്ക് എനിവേ നിങ്ങൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഇതിനകത്തൊരു റിട്രീറ്റ് ഈ സ്ഥലങ്ങള് നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. കാരണം യൂഷ്വലി ഇപ്പൊ ഞാൻ കാണിച്ചത്, ഇപ്പോ യൂഷ്വലി പബ്ലിക് വന്നു കഴിഞ്ഞാല് കുറച്ചുകൂടെ മുന്നോട്ട് സർബോസില് അവിടെ വന്ന് ആദിയോഗി കണ്ട് നേരെ ഇതിന്റെ ഉള്ളിൽ കയറും. അല്ല, നമുക്ക് നേരെ നമുക്ക് ശരിയിലേക്ക്. അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞാല് ലിമിറ്റഡ് ആണ് കാണുന്ന, ആശ്രം പ്രൊമൈസ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്കിപ്പോ എന്താ വെച്ചാൽ ഫുൾ ആക്സസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും പോവാം. നിങ്ങൾക്ക് എസ്പെഷ്യലി ഈ മീഡിയ റിട്രീറ്റ് ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും പെർമിഷനും ഉണ്ട്. കാരണം ഇതിനകത്ത് ഫോൺ അലൗഡ് അല്ല, ബാഗ് അലൗഡ് അല്ല, ചെരുപ്പ് അലൗഡ് അല്ല. ഇത് അവിടെ ഒരു ഇതുണ്ട്, ലോക്കർ അവിടെ കൊടുത്ത് നേരെ ഉള്ളിലേക്ക്. അപ്പൊ നിങ്ങൾ കുറെ ഫ്രീ ആണ്, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാം ഈസി ആയിട്ട്. ഒരു നമുക്ക് തരാം ഇത് നീലിവാസൽ എന്ന് പറയും, അത് ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് തന്നെ. അതായത് പല ഭാഗങ്ങളാണിത്, ഓരോ പാട്ടായിട്ട്. നമ്മൾ ഇനി നേരെ പോകുന്നത് ക്ഷേത്രവാസൽ എന്ന് പറയും. അവിടെ SP3, SP4 നമ്മുടെ കോട്ടേജ്, ഗസ്റ്റ് കോട്ടേജ്. ഇല്ല, ഇതിങ്ങ പാർക്ക് പണിടോ, വേറെ വണ്ടി ഇருக்கு. നമുക്ക് അമ്മയ്ക്ക് അവിടെ ഇതാണ് SP4. ജസ്റ്റ് ഈ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ ഇതൊരു നൈബറിംഗ് ആണ്. ഇത് SP4, അതിലാണ് നമ്മളുള്ളത് SP3. അതില് ഇതാണപ്പോ ഇവിടുത്തെ റൂംസ്. വെരി നൈസ് ക്ലീൻ റൂംസാണ്. കുഞ്ഞ റൂമെന്ന് പറയാൻ പറ്റില്ല, ഫുട്ബോൾ കളിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഡയറക്റ്റ് മറ്റേ ഹിൽ വ്യൂ ആണ്. മറ്റേ ഹിൽസ് ഫുള്ള് റൂമിലിരുന്ന കാണും. I am not the body. The inhalation should last for the whole duration of that thought. With each exhalation, mentally say to yourself, I am not even the mind. The exhalation, the sound should come from just below the navel. You need not utter it very loud, but loud enough to feel the vibration of the sound. Stage 3. Sit for 5 to 6 minutes with a slightly upturned face and keep a mild focus between your eyebrows. The total time of this practice. With a slightly upturned face, you will see naturally your focus will shift between your eyebrows. So maintain this mild focus between your eyebrows. I am not the body. I am not even the mind. I am not the body. I am not even the mind. I
जीवन मुक्ति चतुरे शयनम चतुरे शयनम इह संसारे बहनो നമസ്കാരം. 2 ദിവസമായിട്ട് ഇവിടുത്തെ ഒരു യോഗ പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുണ്ട്. ഒരു 2 days പ്രോഗ്രാമാണ് ആക്ച്വലി. ഭയങ്കര റിഫ്രഷിങ് ആ. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ സ്വാമിയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാമിയുടെ ഇന്ന് ഞാൻ കുറച്ച് സ്വാമി വെരി വെരി ലവ്ലി പേഴ്സൺ. ഒരു സ്വാമിയുടേതായിട്ടുള്ള യാതൊരു ഗൗരവമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വാമി. അതിൽ നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് എന്തും ചോദിക്കാം. അപ്പൊ ഞാൻ കുറച്ച് നമുക്ക് ഈശയില് ഉള്ള സംശയങ്ങള്, ഇവിടെ യോഗ കോഴ്സിന് വരികയാണെങ്കിൽ എങ്ങനെ വരണം, എപ്പോ വരണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സംശയം. എന്റെ വീടിന്റെ അവിടെ ഭവൻസ് ടൗൺ സ്കൂളിലൊക്കെ ഈഷ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇവിടെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, അത് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കും. സ്വാമി നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇന്നലെ കുറെ ഫുട്ബോള്, കുറെ പന്ത് കളിക്കുക, പിന്നെ മേത്തേക്ക് ബോൾ എറിഞ്ഞിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിത്തിൻ ഷോർട്ട് ടൈം ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി പോയി. സമയം ജസ്റ്റ് ഇവിടുത്തെ ഒരു ബേസിക് ഒന്ന് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് ഇഷ എന്നുള്ളതിന്റെ ഒരു ബേസിക്. സോ നമ്മൾ ഈഷ യോഗ സെന്റർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, യോഗ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, യോഗ കേന്ദ്രമാണ്. സോ ബേസിക് ആയിട്ട് നമ്മൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും യോഗ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ വെളിയിലും, ഇവിടെ ഈഷ യോഗ സെന്ററിൽ മാത്രമല്ല വെളിയിലും നമ്മൾ യോഗ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓക്കെ. സോ 2 രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് ഓൺലൈനിലും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ വേൾഡ് ഫുൾ ഓൺലൈനിലാണല്ലോ. സോ അവർക്ക് ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഓൺലൈനിലും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഓഫ്ലൈനിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ചിലതുണ്ട്. അതും ഓഫ്ലൈനിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഇവിടെ വന്ന് ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ്. അത് മോർ അഡ്വാൻസ്ഡ് പ്രോഗ്രാംസ് ആണ്. ഓഫ്ലൈനായിട്ട് മാത്രമേ, ഇൻ പേഴ്സൺ ആയിട്ട് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ 2 രീതിയിലുള്ള പ്രോഗ്രാംസും ഉണ്ട്. ബേസിക് യോഗ ക്ലാസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വളരെ എന്നെ പോലെ സാധാരണ ഇപ്പൊ സ്വാമി ഇരിക്കുന്ന പോലെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇന്നപ്പോഴേക്കും എനിക്ക് കാല് വേദന എടുത്ത് തുടങ്ങി. നമ്മൾ ഇന്നലെ ക്ലാസ്സിലിരുന്നപ്പോ എനിക്കുമ്പോഴേക്കും കാല് തരിച്ചു. ഒരു ബേസിക് ഇപ്പൊ അവരൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ബേസിക് കോഴ്സ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? എത്ര ദിവസം? സോ നമ്മൾ ബേസിക് ആയിട്ട് ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. ഈ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 7 ദിവസത്തെ പ്രോഗ്രാമാണ്. സോ 7 ദിവസത്തിൽ മുഴുവൻ ദിവസത്തെ സെഷൻ അല്ല. കാരണം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ദിവസം 3 മണിക്കൂറുള്ള പ്രോഗ്രാമാണിത്. സോ രാവിലെ 6 തൊട്ട് 9 അല്ലെങ്കിൽ വൈകുന്നേരം 6 തൊട്ട് 9 അങ്ങനെയായിരിക്കും നമ്മൾ യൂഷ്വലി സെഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ തൃശ്ശൂരും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ പ്രോഗ്രാം. ഈ 7 ഡേയ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ശാംഭവി മഹാമുദ്ര എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. ഈ ക്രിയ ചെയ്യാൻ 21 മിനിറ്റ് എടുക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്രിയയാണ്, ഒരു ശ്വസന പ്രക്രിയയാണ് ഇത്. സോ ഈ 21 മിനിറ്റ് ക്രിയ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 7 ദിവസത്തെ സമയം നമ്മൾ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതിനുശേഷം വീട്ടിൽ നിന്ന് റെഗുലറായിട്ട് ചെയ്യാവുന്ന ഒരു ക്രിയയാണ്. അതില് ആസനാസ് ഉണ്ടോ, ചാൻസ് ആണോ, എന്തായാലുള്ളത്? സോ ഇതൊരു ശ്വസന പ്രക്രിയയാണ്. അതിന്റെ കൂടെ ഒരു അല്പം പ്രിപ്പറേറ്ററി പ്രാക്ടീസ് ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള ഹഠയോഗയുടെ ചെറിയ പ്രിപ്പറേഷൻ ഉണ്ടാവും. സോ ഈ പ്രിപ്പറേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ കാലിന്റെ ഒക്കെ പ്രശ്നം സുഖകരമായിട്ട് ചമ്രം പടിഞ്ഞിരിക്കും. അതെ, ഈ 7 ഡേയ്സിൽ തന്നെ സുഖകരമായിട്ട് ചമ്രം പടിഞ്ഞിരിക്കാനും നട്ടല് കുറച്ച് നിവർന്നിരിക്കാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് സ്വാഭാവികമായിട്ട് മാറും. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു 7 ഡേയ്സ് ക്രിയ നമ്മൾ റെഗുലറായി ചെയ്യാം. അതെ. സോ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് നമ്മൾ ശാംഭവി മഹാമുദ്ര ക്രിയ, ഇതിൽ ഇങ്ങനത്തെ സൗണ്ട് ഒന്നും ഇല്ല. സോ ഇത് അഡ്വാൻസ് പ്രോഗ്രാംസ് ആണ്. സോ ഇത് അഡ്വാൻസ് പ്രോഗ്രാം, ഇവിടെ ഒരുപാട് അഡ്വാൻസ് പ്രോഗ്രാംസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇന്നർ എഞ്ചിനീയറിംഗിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ 4 തലങ്ങൾ, അതായത് നമ്മുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, ഊർജം, ഇതെല്ലാം നമ്മുടെ
നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫാമിലി ലൈഫ് സിറ്റുവേഷനിലുള്ളവർക്കും ഏതൊരു സിറ്റുവേഷനിലുള്ളവർക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. അത്രയും സിമ്പിളാണ്. പക്ഷെ നമുക്കിത് കൂടുതൽ നമ്മുടെ ആന്തരികതയിലേക്ക് പര്യവേക്ഷണം ചെയ്യണം, മനസ്സിനും ശരീരത്തിനും അപ്പുറമുള്ള എന്തെങ്കിലും ഒരു തലം കൂടുതൽ അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് അഡ്വാൻസ് പ്രോഗ്രാംസ് ഉണ്ട്. ഒരു അഡ്വാൻസ് പ്രോഗ്രാം ഭാവസ്പന്ദന. നമ്മൾ ഇന്നലെ രാത്രി അതെ അവിടെ സൗണ്ട് കേട്ട്. സെഷൻ ഒരു ക്യുക്ക് യോഗ സെഷൻ കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ടൊരു ഒരു ഇൻട്രാക്ഷൻ പോലെ, ഒരു ഗെയിംസ് പോലെ ഒരു സെഷൻ കുറേ പണ്ട് ഡിസ്കറിഞ്ഞുള്ള കളിച്ചത്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ധ്യാനലിംഗയിൽ പോകാൻ. അതിന് മുമ്പ് നമ്മൾ പോയി മറ്റേ തീർത്ഥക്കുണ്ടിൽ ഡിപ്പ് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ബാക്കി ഞാൻ സിസ്റ്റത്തിൽ റൂട്ടീനിൽ എങ്ങനെയാണ് പോകണം, എന്തൊക്കെയാണ് പോകണം, അപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് പറയാം. മുഖം നോക്കണേ. ഒരുപക്ഷെ നിങ്ങളെല്ലാം ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള കളിയായിരിക്കാം. നമുക്ക് ഒന്നുകൂടെ കളിക്കാം. All the toes come inside the circle. All the toes inside the circle. Below the knee, you are out. If you touch the ball with the hand, you are out. If you run outside the circle, you are out. Okay? Shall we start? Come on! Shall we start? Are you out, Anga? സോ ഭാവസ്പന്ദന എന്ന് പറയുന്നത്, സോ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന പ്രോഗ്രാമിൽ നമ്മൾ യുക്തിപരമായി പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ആ യുക്തിപരമായി നോക്കിയതിന് ആ തലത്തിനെ നമ്മുടെ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലോജിക്കോട് കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഭാവസ്പന്ദന എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡയമെൻഷനാണ്, വേറെ നമ്മൾ ലോജിക് അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ വിൽ ബി ഗോയിങ് ത്രൂ പവർഫുൾ പ്രോസസ്സസ്, വെരി പവർഫുൾ മെഡിറ്റേഷൻ. അതിലൂടെ നമുക്കൊരു അനുഭവം കിട്ടാനുള്ള ഒരു പ്രോസസ്സാണ്, ഒരു എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയാം. എന്നെ പോലെ നമ്മളൊരു സാധാരണക്കാരാണല്ലോ, നമുക്ക് അങ്ങനെ കുറെ നേരം മെഡിറ്റേറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോകും.
അയ്യോ ഒന്ന് അങ്ങോട്ട് പോണ്ടേ, അയ്യോ ഒന്ന് അവര് വിളിക്കും, ഇന്ന് അവിടെ പരിപാടി ഉണ്ട്, ഇന്ന് അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കണ്ടാലും പീസ്ഫുള്ളാണ്, കാമാണ്. അവര് ആക്ച്വലി വേറൊരു സ്റ്റേജിലായിരിക്കുന്നത്. സ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ നോക്കുമ്പോഴേ ഞാൻ ഇൻഡിവിജ്വലി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുമ്പോ ചിലവരെങ്ങനെ ഇരുന്ന് ഞാൻ ആവണ്ട്, ചിലവരാ മറ്റേ കപാലവാദ്യ ഉള്ളിലിട്ട് തിരിക്കുന്നുണ്ട്, ചിലവർ ഇങ്ങനെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ആ സ്റ്റേജസ് എന്താ അവരുടെയൊക്കെ? സോ ഇത് അങ്ങനെ സ്പെസിഫിക് സ്റ്റേജസ് ആയിട്ടൊന്നുമില്ല. സോ ചിലരുടെ മൂവ്മെന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്റ്റില്ലാണ്, മെഡിറ്റേറ്റീവ് ആണ്, സ്റ്റില്ലാണ്. ആക്ച്വലി ഇപ്പൊ ധ്യാനലിംഗത്തിൽ പോയാൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയും, ആളുകൾ വളരെ സ്റ്റില്ലാണ്. കാരണം നമ്മളൊരു ശാംഭവി ഈ ക്രിയയൊക്കെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നമുക്കുള്ള ഈ 4 ഉപകരണങ്ങൾ, ഒരു കാറിന്റെ 4 ചക്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സ്, ശരീരം, ഊർജം, വികാരങ്ങൾ, ഇതൊരല്പം നിയന്ത്രണത്തിൽ വരും, ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. സോ ഒരു പല ദിശകളിൽ സഞ്ചരിക്കുമ്പോഴാണല്ലോ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. സോ ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫും വളരെ എഫേർട്ട്ലെസ് ആവും. സ്റ്റില്ലായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് എവിടെയാണോ അത് ഇരിക്കേണ്ടത്, എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഒരു മാനുവലായി അതെ അല്ലേ? അതെ ഒരു ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യാം. അതെ അതെ. അപ്പൊ എത്ര ദിവസത്തെ കോഴ്സുകളാണ്? ലൈക്ക് ഇന്നർ എഞ്ചിനീയറിംഗ് എത്ര ദിവസാ? അത് കഴിഞ്ഞപ്പോ അഡ്വാൻസ്ഡ് കോഴ്സ് നെക്സ്റ്റ് വൺ എന്താണ്? സോ ഇന്നർ എഞ്ചിനീയറിംഗ് 7 days പ്രോഗ്രാം ആണ്. അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ലൈക്ക് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് കടക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് കൂടുതൽ പ്രോഗ്രാംസ് വേണം, ക്രിയകൾ വേണം എന്നുണ്ടെങ്കിൽ ഭാവസ്പന്ദനയുണ്ട്, ശൂന്യ പ്രോഗ്രാം ഉണ്ട്. സോ അങ്ങനെ പല പ്രോഗ്രാംസ് ഇവിടെ തന്നെയാണ്. അതെ, അഡ്വാൻസ് പ്രോഗ്രാംസ് ഈശയോഗ സെന്ററിൽ വന്ന് ചെയ്യേണ്ടതാണ്. ഇന്നർ എഞ്ചിനീയറിംഗും അതിന്റെ കൂടെയുള്ള ഹഠയോഗ പ്രോഗ്രാംസ്, നമുക്ക് പലതരത്തിലുള്ള ഹഠയോഗ പ്രോഗ്രാംസ് ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു മെയ് വഴക്കത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ശരീരവും മനസ്സും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസാണ് ഹഠയോഗ. സോ ഹഠയോഗയും നമ്മൾ ലോക്കൽ സെന്റേഴ്സിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട് ഇന്നർ എഞ്ചിനീയറിംഗും ഹഠയോഗയും. ആ സൗണ്ട് സോ അതെ അതെ. നമ്മൾ വിചാരിക്കും മയിലാന്ന്, സൗണ്ട് അതെന്താ? സോ ഓരോ ക്രിയയാണത്, ഓരോ ക്രിയയ്ക്കും ചില ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്. സോ അത് ചെയ്യുമ്പോൾ ആക്ച്വലി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ലോജിക്കലായിട്ട് അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അത് ആ സൗണ്ട് ഉണ്ടാക്കി എന്താണ് നമ്മുടെ ചേഞ്ച് വരുന്നത്? ഓക്കെ. സോ നമ്മൾ ഓരോ സൗണ്ട് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്, ആ വൈബ്രേഷൻ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. സോ ആ വൈബ്രേഷൻ ഉള്ളപ്പോൾ നമ്മുടെ എന്താ പറയാ, ഇല്ല ആലോചിക്കുന്നതിനെ കുറിച്ചല്ല. സോ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ എനർജീസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും ഓരോ തരത്തിലുള്ള ശബ്ദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പ്രോസസ്സിൽ ശബ്ദങ്ങളൊന്നുമില്ല. ശബ്ദങ്ങളുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി നമ്മളത് നോട്ടീസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി പ്രോസസ് സൈലന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ പല രീതിയിലാണ്, ചിലത് ശ്വാസം ഉപയോഗിച്ചാണ്, ചിലത് ശബ്ദങ്ങൾ ഉപയോഗിക്കണം. ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, നമ്മുടെ എനർജീസ് ആക്ടിവേറ്റ് ആവും. സോ അതിൻ്റെ കൂടെ ഈശായോഗ സെന്ററിൽ തന്നെ നമുക്ക് ഡെയിലി സന്ദർശകർക്കെല്ലാം ഇവിടെ ഓൾമോസ്റ്റ് സന്ദർശകർക്കും യോഗ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. ഭയങ്കര ഓർഗാനിക് ഫീൽ ഉണ്ട്, ഒരു ഹോം മെയ്ഡ് ഫീല്. ബിൻഡി ഫ്രൈ ആണ്, ബിൻഡി ഫ്രൈ, പക്ഷെ നല്ല പാകത്തിനുള്ള ഫ്രൈ.
നല്ല ലെമൺ ക്രിസ്പി, ഭയങ്കര ക്രിസ്പി. കുഞ്ഞൊരു ഉത്തപ്പം, സാമ്പാർ, ചട്നി, പിക്കിള്, ഇതൊരു സ്വീറ്റാ. അഗെയിൻ ഇത് ഫ്രൂട്ട്സ് വിത്ത് മിൽക്ക് മെയ്ഡാണെന്ന് തോന്നുന്നു. അല്ല, മിൽക്ക് മെയ്ഡിലല്ല, ഇത് എന്താ ഒരു ഫ്രൂട്ട്സിൽ എന്തോ ഒഴിച്ചിട്ടുണ്ട്. ബേസിക് തിങ് ആദിയോഗിയുടെ അവിടെ വന്നു, അതെ, അത് കണ്ടു, അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും ലേസർ ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചേരം കണ്ടു, ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു പോവാം. ഞങ്ങളൊരു മലയാളികളുടെ കൾച്ചർ അങ്ങനെയാണ്. ഞാനിവിടെ ആക്ച്വലി 2006 വന്നിട്ടുണ്ട്. അപ്പൊ അത് വിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കിടന്ന് ഇവിടെ ഇങ്ങനെ ഭഗവതി ടെമ്പിള് അല്ലെങ്കിൽ ധ്യാനലിംഗ, സൂര്യകുണ്ട്, അതൊന്നും ആക്ച്വലി അല്ലേ വെളിയിലുള്ളവർക്ക് അധികം അറിയില്ല. അതെ, ആദിയോഗി മലയാളികള്. അതെ, ആദിയോഗി വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത് ആദിയോഗിയെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആദിയോഗി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോഴാണ് ഈ കോൺസെക്രേറ്റഡ് സ്പേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇതിനകത്താണുള്ളത്. സോ ഇവിടെ ധ്യാനലിംഗമാണ് ശരിക്കും ഈശായോഗ സെന്ററിന്റെ ഒരു ഫോക്കൽ പോയിന്റ്, അല്ലെങ്കിൽ ആ കേന്ദ്രം എന്ന് പറയുന്നത് ധ്യാനലിംഗമാണ്. സോ ധ്യാനലിംഗം ഓൾറെഡി പോയതല്ലേ. സോ അതെ, സോ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അവിടെ പൂജകളോ റിച്വൽസോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുക. സോ ആ ഒരു സ്പേസിൽ ഇരുന്നാൽ തന്നെ, അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്നാൽ തന്നെ ധ്യാനം എന്നാൽ എന്തെന്ന് അറിയാത്ത ആളുകൾക്ക് പോലും ധ്യാനത്തിലേക്ക് പോകാൻ കഴിയും, സ്വാഭാവികമായിട്ട് പോകാൻ കഴിയും. കാരണം ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉള്ളിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. അത് നടക്കണമെങ്കിൽ ഒരു സപ്പോർട്ടീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നടക്കും. സോ അങ്ങനെ ഒരു സ്പേസ് ആണ് ധ്യാനലിംഗം. ആർക്ക് വേണമെങ്കിലും വന്ന് മെഡിറ്റേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നോർമൽ ഗസ്റ്റ് വരുന്നവർക്ക് അവർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുക്കും. സോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. സോ ആശ്രമത്തിനകത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ മേ ബി ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡോമിറ്ററി അക്കോമഡേഷൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റൂംസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വോളണ്ടിയറിങ് അക്കോമഡേഷൻ കൂടി അവർക്ക് രജിസ്റ്റർ ചെയ്യാം. സോ ഏത് രീതിയിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത്, അല്ലെങ്കിൽ അഡ്വാൻസ് പ്രോഗ്രാംസിന് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ടാവും. സോ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഡെയിലി വിസിറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ കോൺസെക്രേറ്റഡ് സ്പേസസ് രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ ഫുൾ ടൈം ഓപ്പൺ ആണ്. ആദിയോഗി വന്നു, ടേക്ക് ബാത്ത്, അത് കഴിഞ്ഞ് ധ്യാനലിംഗ, ദേവി ടെമ്പിള്. അതെ, ഇത് എപ്പോൾ വേണമെങ്കിലും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ആണ്. സന്ദർശകർക്കല്ല. ദിവസം ഒരു 10,000 മുതൽ 15,000 ആൾക്കാർ വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. ആൻഡ് വളരെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ, ദീപാവലി, അങ്ങനെ ഓണം അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഈവൻ 40,000 to 60,000 പീപ്പിൾ ഓർ ഈവൻ മോർ, അത്രയും ആൾക്കാർ വരുന്നുണ്ട്. പൊങ്കൽ ദിവസം, അതെ, ശിവരാത്രി, പൊങ്കൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. സോ വരുന്നവർക്കെല്ലാം നമ്മൾ യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന യോഗ എന്ന് പറയുന്നത് ഉപയോഗ എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. വളരെ ഒരു 1 ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി രാവിലെ നമ്മൾ ചെയ്തതുപോലെ ഇത് 1 ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി എല്ലാവരിലേക്ക് എത്തിക്കുക. ഇത് ഹാഫ് ആൻ അവർ സെഷൻ. ഈ ഹാഫ് ആൻ അവർ സെഷനിൽ ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. സോ അത് ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. എവറി ഹാഫ് ആൻ അവർ ഈ സെഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്യാൻ പറ്റും.
സോ ഈശായോഗ സെന്ററിൽ തന്നെ എല്ലാം വോളണ്ടിയർ റൺ ഓർഗനൈസേഷനാണ്. സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 3000 to 4000 വോളണ്ടിയേഴ്സ് ഫുൾ ടൈം ആയിട്ട് ഇവിടെയുണ്ട്. അതിലൊരു മോർ ദാൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ അതൊരു ഫുൾ ടൈം വോളണ്ടിയേഴ്സ് ആണ്. ബാക്കിയുള്ളവർ ലോങ് ടേം വോളണ്ടിയറിങ്, അതായത് ഒരു 6 മാസം തൊട്ട് 9 മാസം ഇവിടെ നിൽക്കുന്നവരോ, അല്ലെങ്കിൽ ഒരു 10 to 15 days സ്റ്റേ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ 1 month സ്റ്റേ ചെയ്യുന്നവരോ, അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സോ ഇവർ തന്നെയാണ് നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അത് പച്ചക്കറി അരിയുന്നതും ഭക്ഷണം സെർവ് ചെയ്യുന്നതും എല്ലാം ഭക്ഷണം കഴിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വോളണ്ടിയേഴ്സ് സെർവ് ചെയ്യുന്നത്. സോ വോളണ്ടിയേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അത് ഫുഡായാലും ഇവിടെ വരുന്ന സന്ദർശകരെ വെൽക്കം ചെയ്യുന്നതായാലും, സോ പ്രോഗ്രാംസ് നടക്കുന്നതെല്ലാം വോളണ്ടിയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. സോ ഞാനൊരു ഫുൾ ടൈം വോളണ്ടിയർ ആണ്. സോ ഞാൻ 2010 ഈശാ യോഗ സെന്ററിലേക്ക് വന്നതാണ്. അതെ. സോ 2010 ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ മേ ബി കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വളരെ വളരെ കുറവായിരുന്നു. അധികം മലയാളമൊന്നും ഞാൻ കേൾക്കാറേ ഇല്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഒരുപാട് മലയാളികളാണ്. എസ്പെഷ്യലി കഴിഞ്ഞ ഓണം ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആശ്രമം മുഴുവനും മലയാളികളായിരുന്നു. അത്രയും മലയാളികളായിരുന്നു. കോട്ടേജസ് റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. കാരണം എല്ലാവരും വി വെൽക്കം ഓൾ ദ തീർച്ചയായിട്ടും വി വെൽക്കം ഓൾ ദ കേരളൈറ്റ്സ്, ഓൾ മലയാളീസ് ടു ഈശാ യോഗ സെന്റർ. ആൻഡ് മാത്രമല്ല, ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ധ്യാനം എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതുകൊണ്ട്. സോ ആദിയോഗിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിന്റെ കൂടെ ധ്യാനലിംഗത്തിൽ വന്ന് കണ്ടാലും അതിനോടുള്ള ഒരു വാവ് തീരുന്നില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ സൺറൈസിന് പോയി. രാവിലെ എനിക്ക് കാണുമ്പോൾ ഒരു വ്യൂസ് അൺബിലീവബിൾ. നമുക്ക് ഒരു 100 ഫോട്ടോ എടുത്തു, എന്നിട്ടും പിന്നെയും നമ്മളിങ്ങനെ നോക്കിക്കുക, അത് കണ്ട് നമുക്കത് മതിയാവില്ല. സച്ച് എ ഹ്യൂജ് ആക്ച്വലി. പിന്നെ ആ മോർണിംഗ് ടൈമിലുള്ള വ്യൂവും വാവും. അതെ, തീർച്ചയായിട്ടും. സോ ആ ഒരു ജോമെട്രി, ആദിയോഗിയുടെ ആ ഒരു രൂപം, ആ ജോമെട്രിയാണ് ആക്ച്വലി നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്നത്. സദ്ഗുരു പറയും, നമ്മൾ ഏതൊരു രൂപം എടുത്താലും ആ ജോമെട്രി പെർഫെക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ല. അവർ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എക്സാക്ട്ലി. അതെ. അപ്പൊ കറക്റ്റാ. അതെ. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റില്ല. അതെ. നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ 5:45 അവിടെ എത്തി. 7:30 ഞങ്ങൾ അവിടെ തന്നെ. മതിയാവണില്ല. സോ ഈ ജോമെട്രി തന്നെയാണ് നമ്മുടെ യോഗയുടെ അടിസ്ഥാനവും. നമ്മുടെ ജോമെട്രി പെർഫെക്റ്റ് ഇരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയണം. സോ ജോമെട്രി അത് തന്നെയാണ്. സോ അതിന് ഇത് കുഴപ്പമൊന്നുമില്ല. ഇതൊരു 2 weeks യോഗ ചെയ്താൽ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നിലത്ത് മുട്ടും. അതെ, അത്രയും സിമ്പിൾ പ്രാക്ടീസസ് ആണ്. പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയുടെ ജോമെട്രി പെർഫെക്റ്റ് ആയി തുടങ്ങും. സോ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, എഫേർട്ട്ലെസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്, നമ്മുടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് ആയിട്ട് ഫ്രഷ്നെസ്സോടുകൂടി എഴുന്നേൽക്കുന്നതെല്ലാം യോഗയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. യോഗ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. താങ്ക് യു. യോഗയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെറിയ സമയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ഒരുപാട് വലിയ പഠനം പോലത്തൊരു ചാപ്റ്റർ ആയ യോഗ. ഐ തിങ്ക് ഞാനിവിടെ വന്ന ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാം. എനിക്കൊന്ന് ഇങ്ങനെ ഇരിക്കാൻ പഠിക്കണം. ഞാൻ വളരെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. അത് യോഗ ചെയ്ത് ഇല്ലാണ്ടേയായി. ചെറുപ്പത്തില് എനിക്ക് കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു.
അമ്മ അങ്ങനെ എടുത്തിരിക്കണം എന്നെ, അല്ലെങ്കിൽ ശ്വാസം കിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ യോഗയ്ക്ക് പോയിട്ട് അത് കംപ്ലീറ്റ്ലി പോയി. പിന്നെ ഞാൻ കൊറോണ സമയത്ത് വീണ്ടും നമ്മുടെ ഒരു മാഷ് വന്ന് ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് തുടങ്ങി, വീണ്ടും പോയി. അപ്പൊ ഞാൻ ഇനി സീരിയസ്ലി ആലോചിക്കുന്നു. കാരണം നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും. ഇന്നലെയൊക്കെ നമ്മൾ സെഷൻസിൽ ഇരിക്കുമ്പോൾ കാലൊക്കെ തരിച്ചു പോയി. അപ്പൊ ഞാൻ തന്നെ മനസ്സിലാക്കി എന്റെ ബോഡി ഇസ് നോട്ട് റൈറ്റ് എന്നുള്ളത്. കാരണം കാലത്ര തരിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ തരിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്വാമിയുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ടായിരുന്നു. അപ്പൊ വിൽ സീ ഇൻ അതർ നെക്സ്റ്റ് സെഷൻസ്. താങ്ക് യു.